നമുക്കിന്ന് കോവയില പറിച്ച് തോരൻ വയ്ക്കാം. കോവയില പിന്നെ ഷുഗറിന് നല്ലതാണ്. ഇതിപ്പോൾ കായ്ച്ച ഒരു വിധമൊക്കെ ഞാൻ കുറച്ചൊക്കെ പറിച്ചായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചേ ഇന്ന് തോരൻ വയ്ക്കാൻ ഒന്നുമില്ല, അങ്ങനെ ഇതിൻ്റെ ഇല പറിച്ച് തോരൻ വയ്ക്കാം. നല്ല ഗുണമുള്ള സാധനമല്ലേ. അപ്പം നമ്മൾ ഇത് കോവയ്ക്ക കായ്ച്ച് കഴിയുമ്പോൾ നമ്മളതിൻ്റെ ഇല പിച്ചി തോരൻ വയ്ക്കണമെന്നാണ് നല്ലത്. അപ്പം നമുക്ക് കാണാം. ഞാൻ അങ്ങനെ കോവലിൻ്റെ ഇല പറിച്ചെടുക്കുകയാണ്. ചെറിയ കായൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ, അത് കുഴപ്പമില്ല. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കും ഇതിൻ്റെ മൂട്ടിൽ. ഇന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് തോരൻ. ഇതും ചമ്മന്തി ഉണ്ടല്ലോ അടിപൊളിയാണ്. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. ഇന്ന് ഞാൻ ചമ്മന്തിയും കൂടെ അരച്ച്, മോള് കോളേജിൽ പോയിട്ടുണ്ട്. അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു, മോളെ പിന്നെ കരിവാടും കൂടെ വാങ്ങിച്ചുകൊണ്ട് വരണേന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിവാട് ചമ്മന്തി, ഈ കോവലിൻ്റെ ഇല തോരനും. ഷുഗറില്ല എങ്കിലും നല്ലതാണ്. ഷുഗർ ഉള്ളവർക്ക് ബെസ്റ്റ് സാധനമാണ് കേട്ടോ. അപ്പം നമുക്കിത് പറിച്ചെടുക്കാം. അങ്ങനെ കോവലിൻ്റെ ഇല എല്ലാം പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകി വാരാം. കഴുകി വാരി നമ്മൾ അരിവാലിയിലോട്ട് വെള്ളം തോരാനായിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കോവയില വെള്ളം എല്ലാം തോർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അരിഞ്ഞെടുക്കാം. ഇത് ഞാൻ വാരി പിടിച്ചാണ് അരിയണത് കേട്ടോ. ഇങ്ങനെ നമ്മൾ അടുക്കിയെല്ലാം അത് പറിച്ചെടുത്തത്. അപ്പം അതുകൊണ്ടാണ് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ അരിഞ്ഞിട്ടതിന് ശേഷം ഒരു പ്രാവശ്യം കൂടെ അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് അരിയാൻ നോക്കാം. അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പൊഴിച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പൊഴിക്കാം. ഉപ്പ് ചാറാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് അടുപ്പിലോട്ട് വയ്ക്കുക. അടച്ച് വെച്ച് കൊടുക്കാം. ഇനി അത് വേവുന്ന നേരത്തിന് മിക്സിയിൽ ജാറെടുത്ത് ഇത് അരയ്ക്കാനുള്ളത് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അരയ്ക്കാനുള്ളത് എടുത്തിരിക്കുന്നത് ദാണ്ട തേങ്ങയാണ്. തേങ്ങ ഒത്തിരി ഒന്ന് കയന്നു പോയി. അതിനിപ്പം ജാറിലോട്ട് ഇടുമ്പോൾ തന്നെ അങ്ങ് പൊടിയും. പിന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി, ഇച്ചിരി ജീരകം, പിന്നെ 2 അല്ലി വെളുത്തുള്ളി. ഇച്ചിരി വെളുത്തുള്ളിയുടെ ഇതൊക്കെ വേണം. ഇപ്പോൾ 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ 2-3 പച്ചമുളക്, ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എടുത്തിരിക്കുന്നത്. പിന്നെ തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, 2 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്. ഇപ്പോൾ തേങ്ങ ഇത്തിരി ഒന്ന് കയന്നു പോയി. അത് ഇട്ട് പൊടിക്കുമ്പോൾ ശരിയായിക്കോളും. പിന്നെ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചീര ഒരുവിധം ഒന്ന് വാടിക്കിട്ടി. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചീര കോവയില ചീര പോലെ തന്നെ വെച്ചെടുക്കുമ്പോൾ എല്ലാം ഇട്ട് ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ ഈർപ്പം വരും കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഒന്ന് അടച്ചിട്ട് കൊടുത്തെങ്കിൽ ഇനി ഇത് അടച്ചിടണ്ട, അല്ലാതെ തന്നെ ഇത് വേവും അതിൽ കിടന്നു. അപ്പം അത് വേവിട്ട് ചെറിയൊരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട്. അപ്പം അതൊന്ന് ഇതായിക്കിട്ട് നല്ലോണം തുറുതുറാവണം. തുറുതുറാന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ നല്ലതുപോലെ ഇളക്കി, പിന്നെ ചട്ടിയിൽ നല്ലതുപോലെ തോന്ന് പിടിക്കണം. അതുകൂടി ഒന്ന് ഇളക്കി, അരപ്പിട്ടതല്ലേ ഇപ്പോഴൊന്ന് ഇളക്കണത് കാണാമെന്ന് വിചാരിച്ചു, കാണിക്കാമെന്ന് വിചാരിച്ചു. വേണ്ട, ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ശകലം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച്
ഒന്നുകൂടി ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ഇനി അതിൽ കിടന്ന് വെള്ളം തോന്ന് പിടിക്കട്ടെ. കോവയിലെ തോരൻ വെന്ത് അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.